ഹലോ ഗൈസ്, ഇന്ന് ചെറിയൊരു യാത്രാ വ്ലോഗാണ്. ഞങ്ങൾ മുണ്ടക്കയം വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ ആങ്ങളയ്ക്ക് കുഞ്ഞുണ്ടായി, രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുന്ന പോക്കാണ്. വണ്ടി കയറി കഴിഞ്ഞാൽ തൊട്ട് ആമക്കുട്ടിക്ക് പിന്നെ ദാഹവും വിശപ്പും തന്നെയാണ്. അപ്പോൾ അതേ ഒരു സ്പ്രൈറ്റും ഒരു ലേസും മേടിച്ചു. അത് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്ന പണി നാത്തൂൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നാത്തൂനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ചേച്ചി അങ്ങോട്ട് വരുമല്ല, ചേച്ചി ഡ്യൂട്ടിക്ക് പോകാൻ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ചേച്ചീനെ പെരുവന്താനത്തും ഇറക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചേച്ചീനെയും കൂട്ടിയിട്ടുണ്ട്. അതിനോട് ചേച്ചിയുടെ കൂടെ ഒരു നാരങ്ങോളമൊക്കെ കുടിച്ചു കേട്ടോ, അതൊന്നും പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചേച്ചീനെ പെരുവന്താനത്ത് ഇറക്കിയിട്ട് ഞങ്ങൾ 35 വന്നപ്പോഴത്തേന് വിശന്ന് നല്ല പരുവായിട്ടുണ്ടായിരുന്നു. പിച്ച് ചോറുണ്ടാക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഹോട്ടലിൽ കയറി. ഞാൻ ബിരിയാണിയാണ് പറഞ്ഞത്. ബിനീച്ചേട്ടൻ ചോറ് പറഞ്ഞു. എനിക്ക് ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം, പക്ഷേ ആമിക്കുട്ടിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പം ഒരാൾക്ക് തന്നെ അവൾക്ക് മാത്രം മേടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ ചേട്ടായി പറയാം, നിങ്ങൾ ബിരിയാണി കഴിക്ക്, ഞാൻ ചോറുണ്ടാന്ന് പറഞ്ഞു. ചേട്ടായി ചോറുണ്ട്. ചേട്ടായിക്ക് ബിരിയാണി ഇഷ്ടമേ അല്ല, ചോറാണ് ഇഷ്ടം. 4 നേരവും ചോറ് കിട്ടിയാൽ അത് ചേട്ടായിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ അവർ കിടക്കുന്നത്, MMT മുണ്ടക്കയം. അപ്പം അവിടെയാണ് കിടക്കുന്നത്. ഞങ്ങൾ റൂമിലൊക്കെ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ കാണാനൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുവാണ്. അതേ കുഞ്ഞു അതേ എൻ്റെ തൊട്ടി കിടക്കുന്നു. ഇവിടെ വന്നപ്പോൾ ആമിക്കുട്ടിക്ക് 2 പേരെ കൂടെ കൂടെ കിട്ടി. 3 ഭയങ്കര തകർപ്പായിരുന്നത്. ഇത് ഞങ്ങൾ ലയത്തിൽ വന്നു. എൻ്റെ വീട് ലയത്തിലാണ്, ഞങ്ങൾ ലയത്തിൽ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലയത്തിൽ വന്ന് എല്ലാമൊക്കെ കാണിക്കാം കേട്ടോ. ഇതെല്ലാം നമ്മുടെ മൊത്തം റിലേറ്റീവ്സ് തന്നെയാണ്, അടുത്ത് തന്നെ താമസിക്കുന്ന അച്ഛൻ്റെ അനിയന്മാരും കുടുംബമൊക്കെയാണ്. ഇതാണ് എൻ്റെ വീട് ഇതാണ്. അപ്പോൾ അതേ വന്ന് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന ചേച്ചി. അപ്പം എന്നാൽ ചിക്കനും കറിയൊക്കെ വെച്ചേക്കാന്ന് ഓർത്ത് ചിക്കനൊക്കെ വെച്ച് രാവിലെ എല്ലാം 4 പേരും കൂടെ തകർപ്പായിരുന്നു. അവർക്കങ്ങ് സ്വർഗം കിട്ടിയ പോലെ ആമിക്കുട്ടിക്ക്. കാരണം അവിടെ ഒത്തിരി മുറ്റമൊക്കെ നമ്മുടെ ഇവിടെ മുന്നിൽ റോഡായതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇച്ചിരി ഇതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് ഇഷ്ടംപോലെ മുറ്റമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇതായിപ്പോയി. അതുപോലെ തന്നെ 3 ഞങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട്. അപ്പോൾ ബിനീഷേട്ടൻ രാവിലെ കാപ്പി താമസിച്ചാണ് കഴിച്ചത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്നു. ഇതാണ് അമ്മൂട്ടിയാണ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടെയാണ് അവളുടെ അമ്മ, എൻ്റെ ഫ്രണ്ട്. എല്ലാം കഴിഞ്ഞ് ഇതേ ഞങ്ങൾ അടുത്ത കഴിക്കാൻ കയറി. ഞങ്ങൾ ചേച്ചീനെയൊക്കെ കൊണ്ടുവിടുകയും ചെയ്യണമായിരുന്നു കേട്ടോ. ചേച്ചീനെയും കുഞ്ഞുമാവിനെ അവരുടെ വീട്ടിൽ കൊണ്ടുവിടണമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വിശന്ന് ഞങ്ങൾ കയറി ഫുഡൊക്കെ കഴിച്ചു. ആങ്ങളയുടെ കൊച്ചും അനിയത്തിയും ഞാനും ചേട്ടായും കൊച്ചും എല്ലാം കൂടെ കഴിച്ചു.